നിസ്സംശയം പറയാം, മെയ് മാസം 9-ാം തീയതി നിലവിലുള്ള ബസ് സ്റ്റാൻഡ് അടയ്ക്കുകയാണ്. അടയ്ക്കാനുള്ള കാരണം നിങ്ങൾക്കറിയാലോ. കാരണം നിലവിലുള്ള ബസ് സ്റ്റാൻഡിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ ആ കെട്ടിടം വളരെ ദുർബലപ്പെട്ടിരുന്നു. ഇനി അതിനൊരു കാലവർഷത്തെ അഭിമുഖീകരിക്കാനുള്ള ശക്തി ആ കെട്ടിടത്തിനില്ല. ഏത് സമയത്തും അതിൽ അപകടം സംഭവിക്കാം. നമുക്കൊക്കെ നമ്മുടെ മുന്നിലെ കഴിഞ്ഞ ഒരു ദൃക്സാക്ഷിത്വം നമുക്കുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിൽ ഉണ്ടായ സംഭവങ്ങളും കാര്യങ്ങളും. അപ്പോൾ അതിലേക്ക് നമ്മൾ തിരിയുന്നില്ല. അതുകൊണ്ടാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ മെയ് മാസം 9-ാം തീയതി അടയ്ക്കാം എന്ന് തീരുമാനിച്ചത്. അടയ്ക്കുമ്പോൾ പ്രായോഗികമായിട്ട് വളരെ പ്രയാസങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ആ നേരിടുന്ന പ്രയാസങ്ങൾ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടിയാണ്. എങ്ങനെ ലഘൂകരിക്കണം എന്നുള്ളതിൻ്റെ സംവാദങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഒരു അവസാനത്തെ രൂപത്തിലാണ് ഇന്ന് നമ്മൾ ഏവരെയും കൂട്ടിപ്പിടിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്ത മാധ്യമ പ്രവർത്തകർക്കടക്കം, അതുപോലെ നേരത്തെ ചെയർപേഴ്സൺ പറഞ്ഞിട്ടുണ്ട്, എവിടെ തുടങ്ങുന്നുണ്ട്. ആദ്യത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തൊട്ട് ടെമ്പോ തൊഴിലാളികൾ, മോട്ടോർ തൊഴിലാളികൾ തൊട്ട് ബസ്സിൻ്റെ ഉടമസ്ഥർ, ബസ്സിൻ്റെ തൊഴിലാളികളെ, അതോടൊപ്പം തന്നെ നമ്മുടെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ എന്ന് മാത്രമല്ല, ഇനി ആരെ വിളിക്കാൻ ബാക്കിയുള്ളൂ? ഒരു വഴിയോര കച്ചവടക്കാരെ മാത്രമേ വിളിക്കാൻ ബാക്കിയുള്ളൂ. എന്നാലോ വ്യാപാരി വ്യവസായി സമിതി വിളിച്ചിട്ടുണ്ട്, ഏകോപന സമിതി വ്യാപാരികൾ മുഴുവൻ വിളിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രധാന മേധാവികളെ വിളിച്ചിട്ടുണ്ട്. ഇതിനേക്കാളേറെ ശക്തമായി നടത്തേണ്ട, നിയമം നടപ്പാക്കേണ്ട നിയമപാലകർ. പുതിയൊരു പരിഷ്കരണം വരുമ്പോൾ നമുക്ക് മനസ്സിൽ ബേജാറുണ്ട്, എങ്ങനെ അത് മുന്നോട്ട് പോകുമെന്നുള്ളത്. അത് നമ്മൾ വെച്ചു എന്നുള്ള ആ നിർദ്ദേശങ്ങൾ ഏകീകരിച്ചുകൊണ്ട്, നമ്മൾ ഏവരും ഏകീകരിച്ചുകൊണ്ട് ഈ നിർദ്ദേശങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നമുക്ക് നടപ്പാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സഹായം നിയമപാലകരിൽ നിന്നും അവർ തയ്യാറായി കഴിഞ്ഞിട്ട്, മോട്ടോർ വെഹിക്കിളും തയ്യാറായി കഴിഞ്ഞു. എന്തുകൊണ്ട് നമ്മൾ ഈ മാസങ്ങൾ എടുത്തത് അറിയാം, നമ്മുടെ സ്കൂൾ കുട്ടികളുടെ വേനൽ അവധിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്കൂൾ കുട്ടികളാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മെയ് മാസം ആദ്യത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അവർ പറഞ്ഞ നല്ല ചർച്ചകളാണ്. ശൗചാലയം വേണമെന്നുള്ളത് നമ്മൾ മുഖവിലേക്ക് 100% സിഗ്നൽ വേണമെന്ന്. അത് മാത്രമല്ല, അവിടെ തന്നെ ഇരിപ്പിടം വേണ്ടേ, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ആശങ്ക. അത് നമ്മളെ പക്ഷെ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം? അതേപോലത്തെ ഉള്ളിൽ ചെയ്യാൻ പറ്റില്ല. ക്ലോസ് ചെയ്തതിന് ശേഷം, അടച്ചതിന് ശേഷം പിന്നെ എത്രയും പെട്ടെന്ന് ഈ കുറവുകൾ, ശൗചാലയത്തിൻ്റെ കുറവ്, പോലീസ് എയ്ഡ് പോസ്റ്റിൻ്റെ ആവശ്യകത, അതിപ്പോൾ തെക്കോട്ടാണ്, അത് നേരെ ഇപ്പോട്ട് റോഡ് സൈഡിലേക്കുള്ള തുറക്കൽ, അതെല്ലാം മനസ്സിൽ നമ്മൾ കാണുന്നുണ്ട്. ചർച്ചയിലൂടെ നമുക്ക് പുതിയത് കിട്ടും, ആശയങ്ങൾ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള അപകടങ്ങൾ കൂടി വരുന്നു. റോഡ് എന്ന അപകടങ്ങൾ കൂടി വരുന്നു. അതാണ് ഇപ്പോൾ വളരെ പ്രാധാന്യത്തോടെ ഏകദേശം മെയ് മാസം 30% ഉള്ളിൽ തന്നെ എന്തുവരും സിഗ്നൽ നടപ്പാക്കുന്നു. താല്പര്യപത്രം ക്ഷണിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. 2-3 മറ്റേ ഏജൻസിയിൽ നിന്ന് താല്പര്യപത്രം കിട്ടിയിട്ടുണ്ട്. മെട്രോക്കാരുടെ ഒരു ഡിസിഷൻ്റെ കിട്ടിയിട്ടുണ്ട്, വല്ലവരും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നല്ല രീതിയിൽ നമ്മുടെ ഏറ്റവും പ്രയാസപ്പെട്ട, ഏറ്റവും കൂടുതൽ അപകടം വരുന്ന ഒറ്റപ്പാലം റോഡ് ജംഗ്ഷൻ സിഗ്നലും ബാക്കി എല്ലാ മേഖലകളിലും, സ്കൂളിൻ്റെ മേഖലകളിലൊക്കെ ജാഗ്രത സിഗ്നലും വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചുള്ളൂ. എന്തായാലും ഒരു കാര്യം സന്തോഷമുണ്ട്, നമ്മൾ ഉദ്ദേശിച്ച രീതിക്കനുസരിച്ചിട്ട് ഈ യോഗം വളരെ പോസിറ്റീവായി ഫലപ്രദമായിട്ട് നീങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ എവരുടെയും ഒരു സഹകരണം വന്നിട്ടുണ്ട്. ഭാവിയിൽ നമുക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് നിങ്ങൾ സഹകരിക്കണമെന്ന് മാത്രമാണ് നഗരസഭയുടെ ഭാഗത്തുനിന്ന് നോക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു കോപ്പിയാണ് നമുക്ക് നിങ്ങൾക്കടക്കം തന്നത്, നിർദ്ദേശങ്ങൾ തന്നത്. അത് സംശയമൊന്നുമില്ല, ആ കാര്യത്തിൽ അങ്ങനെ തന്നെ. നമ്മൾ എന്തുകൊണ്ടാണ് വാശി പിടിക്കുകയല്ല. പാലക്കാട് നിന്ന് വരുന്നത്, അതുപോലെ തന്നെ പെരിന്തൽമണ്ണയിൽ വരുന്നത്, മണ്ണാർക്കാട് നിന്ന് വരുന്ന ബസ്സുകളെല്ലാം എവിടെ കയറണം എന്ന് പറയുന്നത്? പുതിയ ബസ് സ്റ്റാൻഡിൽ കയറണം. പുതിയ ബസ് സ്റ്റാൻഡിൽ എല്ലാ സൗകര്യവുമുണ്ട്. ഇപ്പോൾ കയറുന്നില്ല എന്ന് മാത്രമാണ്. ആ പുതിയ ബസ് സ്റ്റാൻഡിൽ കയറിയിട്ട് അവിടെ ആൾക്കാരെ ഇറക്കുന്നു. അപ്പോൾ തന്നെ അവിടെ എന്തുണ്ട്? അവിടെ നല്ല ശൗചാലയമുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. അങ്ങനെ ആൾക്കാരെ ഇറക്കിയിട്ട് നേരെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ഇപ്പോൾ ഉള്ള ഇവിടുത്തെ ബാക്കിയുള്ള യാത്രക്കാരെ ഇവിടെ ഇറക്കുന്നു. പിന്നെ അവർ നിൽക്കുന്ന ഇവിടെ നമ്മുടെ മിഥില ബാർ തൊട്ടിട്ട് ഇപ്പോൾ ഇവിടെയുള്ള നമ്മുടെ ഇവിടെയുള്ള മറ്റേ ബാറിൻ്റെ അടുത്തുള്ള, അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ അടുത്ത് യഥേഷ്ടം സ്ഥലമുണ്ട്, അവിടെ പാർക്ക് ചെയ്യും. തിരിച്ച് പട്ടാമ്പി നിന്ന് വരുന്നത്, അതോടൊപ്പം തന്നെ ഷൊർണൂർ മുണ്ടക്കോട്ടുശ്ശി വഴി വരുന്നത്, കൊപ്പത്തുനിന്ന് വരുന്ന ബസ്സുകൾ നേരെ ടൗണിൽ ആളെ ഇറക്കുന്നു. തുടർന്ന് എവിടെ പോകുന്നു? പുതിയ ബസ് സ്റ്റാൻഡിൽ പോകുന്നു. ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിർത്തുന്നു. പിന്നെ ബസ് പോകുന്ന സമയത്ത് മാത്രം അവരെടുത്താൽ മതി. ആ പോകുന്ന സമയത്ത് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള യാത്രക്കാരെടുക്കുന്നു. അത് കഴിഞ്ഞാൽ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള യാത്രക്കാരെടുക്കുന്നു, നേരെ പോകുന്നു. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് ഭാഗത്തുനിന്ന് വരുന്നവർ മാത്രമാണ് എവിടെ കയറണ്ട എന്ന് പറഞ്ഞാൽ പുതിയ ബസ് സ്റ്റാൻഡിൽ കയറണം. ഒറ്റപ്പാലം ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർ നേരെ പഴയ ബസ് സ്റ്റാൻഡിൽ ആളെ ഇറക്കിയിട്ട് ഇവിടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മിഥിലയുടെ ഭാഗത്തുള്ള അവിടുത്തെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ
പോകുന്ന സമയത്ത് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ആളിറക്കി പുതിയ ബസ് സ്റ്റാൻഡിൽ കയറാതെ ഒറ്റപ്പാലത്തിൻ്റെ റോഡിൽ കുറച്ച് താഴ്ത്ത് ബസ് ബേ പോലെ ഉപയോഗിച്ചുകൊണ്ട് പോകാം. ഇപ്പോൾ ഒരു നിർദ്ദേശം ബസ് ഓണേഴ്സിൻ്റെ ഇരുന്നും ബസ് വന്നു കഴിഞ്ഞിട്ടുണ്ട്, തൊഴിലാളികളുടെ ഇരുന്നു കുറച്ചുകൂടി പാർക്കിംഗ് ഇവിടെ കൺജസ്റ്റഡ് ആവും, എവിടെ സ്വാഭാവികമായിട്ട് ഇവിടെ വരുമ്പോൾ അപ്പോൾ ഏത് അവർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരിങ്ങനെ അപേക്ഷിച്ചു ഇത് പെട്രോൾ പമ്പ് ഞങ്ങൾക്ക് ഉപയോഗിച്ചൂടെ, ഞങ്ങളതിലേക്ക് കിടക്കുകയാണ് അല്ലേ സമീജ്. ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൽ യഥേഷ്ടം സ്ഥലമുണ്ട്, അവർ ഓണറെ കണ്ട് നഗരസഭയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ, അത് തന്നു കഴിഞ്ഞാൽ അവർ അവിടെ നിർത്താമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ മഞ്ചക്കൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, ഇസ്മയിലിന് മഞ്ചക്കല്ലിൻ്റെ ഭാഗം അല്ലെങ്കിൽ പൊതുസ്ഥലം തന്നെ ഉണ്ട്, അവിടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നവും അപ്പോൾ അത്ര അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അതും കൂടി ആക്കി കഴിഞ്ഞാൽ വളരെ സുതാര്യമായി ഈ പരിപാടി മുന്നോട്ട് പോകാമെന്നാണ് തന്നെ വീണ്ടും ഞാൻ ആവശ്യപ്പെടുന്നു. നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങളാണ് നമ്മുടെ നാടിൻ്റെ നാക്ക്. ആ നാക്ക് നിങ്ങൾ നന്നായിട്ട് നഗരസഭയ്ക്ക് അനുകൂലമായിട്ട് എന്നും ഉപയോഗിക്കുന്നുണ്ട്. ഈ പദ്ധതി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ നല്ല സഹായം വേണമെന്ന് മാത്രമാണ് പറയുന്നത്. ഇത് വളരെ നേരത്തെ നിങ്ങൾ മറ്റേ കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കണം, ജനങ്ങൾക്ക് എത്തിക്കണം. ഓക്കെ. ഒരുമയോടെ തിളങ്ങട്ടെ ഈ ആഘോഷക്കാലം. നിവ ഗോൾഡ് ഒരുക്കുന്നു വിഷു, ഈസ്റ്റർ, ബക്രീദ് ഫെസ്റ്റീവ് ഓഫർ. നിങ്ങളുടെ ഇഷ്ടാഭരണങ്ങൾ ഇനി 1% പണിക്കൂലിയിൽ സ്വന്തമാക്കാം. മെയ് 30 വരെയുള്ള നിങ്ങളുടെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കും കേരള മോഡൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി 1% മാത്രം. ബോംബെ ബംഗാളി ആഭരണങ്ങൾക്ക് പണിക്കൂലി 2% മാത്രം. രാജ്കോട്ട്, കൽക്കട്ട ട്രഡീഷണൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി 3% മാത്രം. സിംഗപ്പൂർ ആന്റിക് ബ്രാൻഡഡ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 4% മാത്രം. ടർക്കിഷ് ടെമ്പിൾ പ്രീമിയം ആഭരണങ്ങൾക്ക് പണിക്കൂലി 5% മാത്രം. ഡയമണ്ട് പ്രഷ്യസ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ഒപ്പം ആകർഷകമായ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികളും. അണിഞ്ഞൊരുങ്ങാം ഈ ആഘോഷക്കാലം നിവ ഗോൾഡിനൊപ്പം. നിവ ഗോൾഡ്, ചെർപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.